ഓക്കെ അല്ലേ? സൗണ്ട് ഓക്കെയാണ്, പക്ഷെ വിഷ്വലൊന്നും കാണാനില്ല കേട്ടാ. ഇപ്പൊ ഓക്കെ അല്ലേ? നോക്കി പറഞ്ഞോളൂ. സുമ ഒന്നോടി. ഓക്കെ. സോറി റോളെ. സുമ റോളെ. അതിന് കേക്കണില്ലക്ക്. പപ്പ വേണ്ട, പപ്പ പപ്പ എന്നെ അടിക്കില്ല പപ്പ, വേണ്ട പപ്പ, അടിക്കില്ല പപ്പ. ഓക്കെ 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 ആണോ? അത്രയും ഓക്കെ, അത്രയും ഓക്കെ. ഓക്കെ, നമുക്ക് അടുത്ത സീനും പോവാം. ഓക്കെ ഓക്കെ. ഇവിടെയാണ്. ഓക്കെ ഓക്കെ ടേക്ക് ടേക്ക്. പപ്പ, പപ്പ എന്നെ സ്കൂളിൽ കൊണ്ടാക്കാൻ വരുമോ? പപ്പ എനിക്ക് പപ്പ, എനിക്ക് നേരായിട്ടോ. ഓക്കെ ആണോ? ഒന്നുകൂടി എടുക്കാം. ഓക്കെ. സെയിം സെയിം. ഓക്കെ പപ്പ, സോറി സൗണ്ട്. ഓക്കെ പറഞ്ഞോളൂ. പപ്പ എനിക്ക് പപ്പ, മോൾക്ക് പോവാൻ നേരായിട്ടോ. പപ്പ എനിക്ക് മോൾക്ക് പോവാൻ നേരായിട്ടോ. പപ്പ എനിക്ക് പപ്പ. ഓക്കെ സുമ. ഓക്കെ 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 താങ്ക് യു. എന്താണ് ഡബിങ് അടക്കം? ചെറിയൊരു എന്താണ്, ഷോർട്ട് മൂവിയാ? ഓറഞ്ച് മീഡിയയുടെ നമ്മളെ പുതിയ ഷോർട്ട് മൂവി ഇറങ്ങാണ്ടിട്ടാ. ഞാനാണേലും പാട്ട് എഴുതിയുള്ളത്. പിന്നെ വർക്ക് കുഴപ്പമൊന്നുമില്ല, പാട്ട് എഴുതുന്നുണ്ട്, അത്യാവശ്യം വർക്കുകളുണ്ട്. ഞാനൊരു തിരക്കഥയും കൂടി എഴുതിയാലോ വിചാരിക്കുന്നുണ്ട്. കാരണം സംവിധാനം ചെയ്തിട്ട് രണ്ടും കൂടി ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. മോൾക്ക് പോവാൻ നേരായിട്ടോ. സുമനെ പരിചയമുണ്ടോ? പിന്നെ പപ്പ എനിക്ക് പപ്പ. ഓക്കെ സുമ പോന്നോളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ആ പാട്ടിന്റെ റെക്കോർഡിങ് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിട്ട് വന്നാണ്. ഇപ്പൊ അങ്ങനെ തിരക്കുള്ള സമയല്ലേ? ചെയ്യാം. ആരാ പാടുന്നത്? മാഷേ, അപ്പൊ ഞാനാ മറ്റേ ഇപ്പൊ പറഞ്ഞ പാട്ടില്ലേ, അത് ഡ്യൂയറ്റ് ആണ്. ഒന്നൊരു പുതിയ കുട്ടിയും പിന്നെ മറ്റേ മെയിൽ വോയിസ് ഞാൻ തന്നെ പാടും. നാടൻ പാട്ടാണ്, ഞാൻ തന്നെ എഴുതിയിട്ടുള്ളത്. അതിപ്പോ ഈ ഷോർട്ട് മൂവിക്കുള്ള. അറിയാം. ഹലോ, അല്ല മെസ്സേജ് ഒക്കെ അയക്കലുണ്ടല്ലോ, അറിയാലോ. അറിയാം. പക്ഷെ ഇതിന്റെ പോർഷൻ കഴിഞ്ഞില്ലേ, ഇനി ഇതിലുണ്ടോ? സുമ, അപ്പൊ എന്റെ പുതിയ വർക്ക് വരുന്നുണ്ട്, ഷോർട്ട് മൂവി. പാട്ടാണ്, പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അതിൽ വേണമെങ്കിൽ വേഷമൊക്കെ ചെയ്യാട്ടാ. അഭിനയിക്കാൻ താല്പര്യം ഉണ്ടാ? ഇല്ല, എനിക്ക് താല്പര്യം. അല്ല വായോ, ഞാൻ ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കുള്ളതല്ലേ, ഓർമ്മല്ലേ? എന്താണ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉഷാറാവട്ടെ അല്ലേ മാഷേ? വർക്കൊക്കെ വന്നിട്ടേ വർക്കുകളൊക്കെ ഉണ്ടാവട്ടെ സുമക്കി അല്ലേ? സുമ നല്ല ആർട്ടിസ്റ്റ് അല്ലേ? അതെ അതെ അതെ. പക്ഷെ ഇതിപ്പോ കഴിഞ്ഞില്ലേ, അടുത്ത എപ്പിസോഡ് വന്നിട്ടില്ല. അല്ല സുമ എന്താ മെസ്സേജിന് മറുപടി ഒന്നും അയക്കാത്തത്? മാഷെ ഒന്നും മിണ്ടരുതേ. മെസ്സേജ് അയച്ച കാര്യടാ ഈ പറഞ്ഞത്. എന്റെ പൊന്നു മാഷെ, ഇവൻ ആരാന്ന് മാഷിന് അറിയോ? ഇവൻ രാത്രി ആവുമ്പോ എനിക്ക് മെസ്സേജ് അയച്ചിട്ട്. സുമ തെറ്റിദ്ധരിച്ചാണ്. സുമക്ക് ഒരു തെറ്റിദ്ധാരണ ഇല്ലടോ. നീ എന്റെ രാത്രി ആവുമ്പോ എന്നെ മെസ്സേജ് അയച്ചിട്ട്. മാന്യതയോടെ ഞാൻ നിന്നോട് സംസാരിക്കുന്നുള്ളൂ കേട്ടോ മാഷെ. ഇവൻ രാത്രി ആവുമ്പോ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നത് പലതുവാ. നീ എന്താണ് വിചാരിച്ച പെണ്ണുങ്ങൾ ഈ ഫീൽഡിൽ ഇറങ്ങി ഇതിന് മാത്രമാണെന്നോ? നിന്നെപ്പോലെ ഞരമ്പന്മാര് കാരണം ഞങ്ങൾക്ക് ഈ ഫീൽഡിൽ കയറാൻ പറ്റുന്ന അവസ്ഥ വന്നിട്ടുണ്ട്.
ഇവനക്ക് എന്റെ നമ്പർ എങ്ങനെ കിട്ടുന്ന എനിക്ക് അറിയില്ല മാഷെ. ഇവൻ എനിക്ക് രാത്രി ആകുമ്പോ മുഴുവൻ മെസ്സേജ് അയക്കാ. ഞാൻ അറിയിച്ചിട്ടുണ്ട്, ഞാൻ അറിയിക്കണവരൊക്കെ. നേരെ പോ. ഞാനൊരു പാട്ടുകാരനും കൂടിയല്ല, അപ്പൊ കലാകാരന്മാരെ വളഞ്ഞു നമ്മള് മൂക്ക് പിടിക്കാം. പരിചയപ്പെടുമ്പോ ഇവൻ അവന്റെ ബെഡ്റൂമിലേക്കാണ് ക്ഷണിക്കണത്. നാണം കേട്ടോ. പ്രദീപേ, ആ. സുമനെ എനിക്ക് കുറെ വർഷങ്ങളായിട്ട് അറിയാം. അവര് വളരെ നല്ലൊരു ആർട്ടിസ്റ്റാണ്. വളരെ കുടുംബമൊക്കെ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന കുട്ടിയാണ്. അവരോടൊക്കെ നീ ഇങ്ങനെ പെരുമാറാൻ പാടില്ല. ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നിന്റെ ബെഡ്റൂമിലേക്ക് വിളിക്കണത് നീ മോശമായിട്ടല്ലേ? സൗഹൃദത്തിന് വേണ്ടിയിട്ട് ഞാൻ 1-2 മെസ്സേജ് അയച്ച്, വേഷങ്ങൾ എന്തെങ്കിലും അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, എന്റെ പുതിയ വർക്കില് ചാൻസ് ഒക്കെ കൊടുക്കാന്ന് വിചാരിച്ചിട്ട്. ഞാൻ ഗുരുസ്ഥാനീയനായിട്ട് കരുതുന്ന ആളുടെ മുമ്പിലായതുകൊണ്ട് മാത്രം നിന്നെ തെറിവിളി നടത്തണില്ല, മനസ്സിലാക്കിക്കോ. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പലരും, മനസ്സിലായില്ലേ, പാട്ട് പാടാനും പിന്നെ കലയോടുള്ള താല്പര്യം കൊണ്ടാണ് വരുന്നത്. അത് നിന്നെ പോലുള്ള ആൾക്കാരാണ് ഇത് നശിപ്പിക്കുന്നത്. നീ എന്താ വിചാരിച്ചേ അഴുക്കായിട്ട് നടക്കാച്ച് ഞങ്ങൾക്ക് അഴുക്കായിട്ട് നടക്കാൻ അറിയാം ട്ടാ. അല്ലാണ്ട് ഇവനെ കഷ്ടപ്പെട്ടിട്ടേ വീട്ടിൽ ജോലിയും കഴിഞ്ഞിട്ട് ഈ വക പണിക്ക് വരേണ്ട യാതൊരു ആവശ്യമില്ല. നീ എന്താടാ വിചാരിച്ചേ പെണ്ണുങ്ങൾ ഇങ്ങനെയാണെന്നോ? എന്തിപ്പോ ഇവിടെ ഉണ്ടായേന്? നിന്നെപ്പോൾ ആൾക്കാർ കാരണടാ ഞങ്ങളെ കുടുംബത്തിന് പുറത്തിറക്കാത്തത്. മാഷിനറിയോ, ഇവനെ പോലെ ഞരമ്പന്മാര് കാരണേ ഞങ്ങൾ പെണ്ണുങ്ങൾ ഈ ഫീൽഡിൽ കയറി വേറെ പേരാ. എല്ലാ പെണ്ണുങ്ങളും അക്കൂട്ടത്തിലാണെന്ന് നീ വിചാരിക്കരുത് കേട്ടോ. നീ ഇങ്ങനെ വിളിച്ച് മെസ്സേജ് അയക്കുക ചെയ്തിട്ടില്ല, മോന്ത അടിച്ചാൻ പരത്തും. നാണം കേട്ടവനെ. ആവശ്യം കിട്ടിയിട്ടുണ്ട്. മാഷ് നിങ്ങളും ഇതിന് കൂട്ടുക. ഇതിന് സ്വഭാവ മഹിമണ്ടടാ. നീ നിന്റെ വർക്ക് ഉണ്ടായി വേറെ സ്റ്റുഡിയോ ചെയ്തു. പക്ഷെ ഇവന് ഏതെങ്കിലും ഒരു പെണ്ണിന് നമ്പർ കിട്ടിയാൽ മതി. അപ്പൊ പിന്നെ ആ പെൺകുട്ടിനെ വിളിച്ചിട്ട് മെസ്സേജ് അയക്കലായി, അവൾക്ക് വീഡിയോ കോൾ ചെയ്യലായി, അവളുടെ റൂമിലേക്ക് ക്ഷണിക്കലായി. നീ 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 ധന്യെ അങ്ങനെ വിളിച്ചിട്ടില്ലേ? എനിക്ക് ധന്യനെ അറിയുന്നില്ല. മാഷിന്റെ കഴിഞ്ഞ പ്രാവശ്യം വന്ന് പാടിയ ധന്യയില്ലേ? പിന്നെ മഞ്ജു. അതുപോലെ തന്നെ ഈ അടുത്തോ ആ ഉണ്ണീനെ അച്ഛൻ പിടിച്ചിട്ട് നന്നായിട്ട് പെടച്ചത്. പിന്നെ ചെരുപ്പൂരി അടിച്ചിട്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യം ദിവ്യ വന്നിട്ട്? ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഒരു തെറ്റിദ്ധാരണയില്ല, നിന്റെ കയ്യിലിരിപ്പോണ്ടാണ്. ഞാൻ മാന്യതയ്ക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. നിന്റെ മാന്യതയാണ് നീ രാത്രി ആകുമ്പോ അങ്ങനെ വിളമ്പെടുത്ത മെസ്സേജില് വെറുതെ പറയണാണ്. കഴിഞ്ഞ ദിവസേ ആ ഉണ്ണിയെ ഇവൻ മോശമായിട്ട് ചെയ്തിട്ടേ ഷാജിക്കല്ലേ അയാൾ പിടിച്ച പിടുകോമണി പിടിച്ചു. ഓർമ്മയില്ലടാ നിനക്ക്? ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ട് ചെയ്തിട്ടില്ല. നീ ഒന്നും അറിയില്ല. കള്ളും കുടിച്ച് ബോധമില്ലാതെ കണ്ണി കണ്ട പെണ്ണുങ്ങൾക്ക് മെസ്സേജ്. നിന്റെ വീട്ടിൽ പെണ്ണില്ലടാ. നീ അല്ലേ പറഞ്ഞു മറ്റേ ഗായകന്റെ വലിയ ആളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഇനി മേലാൽ നീ ആ മനുഷ്യന്റെ പേരെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഞാൻ വെറുതെ പറഞ്ഞല്ലോ ഉള്ളതല്ലേ. ഇനി നീ പറയാൻ പാടില്ല. പറയാൻ പാടില്ല. കാരണം വലിയ മനുഷ്യന്റെ പേര് നീ കാരണം കളങ്കപ്പെട്ടു പോവാണ്. ഇനി എങ്ങാനും നീ അയാളുടെ അനന്തരവനാണെന്ന് എവിടെങ്കിലും പറഞ്ഞു ഞാൻ കേട്ടാ. ഞങ്ങൾ ഫീൽഡിൽ വരുന്ന പെണ്ണുങ്ങളെ ഏതെങ്കിലും പെണ്ണ നീ എന്തെങ്കിലും പറഞ്ഞറിഞ്ഞാ എവിടുന്നൊക്കെ കിട്ടുന്നുണ്ട് മാഷേ? നീ വളരെ മാന്യനായ ഒരു വ്യക്തി എന്ന് വിചാരിച്ചിട്ട് നിന്നെ ഇവിടെ സ്വീകരിച്ചിരുന്നത്. എപ്പോഴും ഇവിടെ വരുമ്പോ എപ്പോഴും ഞാൻ മാന്യമായ ഒരു സാധനം തരുന്നുണ്ട്. പക്ഷെ നീ ഇത്ര വൃത്തികെട്ട മനുഷ്യനെന്ന് ഞാൻ ഇപ്പോൾ അറിഞ്ഞു. ഇതൊക്കെ വെറുതെ പറയണ. നീ ഇനി ഈ സ്റ്റുഡിയോയിൽ വർക്കിന് വേണ്ടി മാഷേ ഞാൻ വെറുതെ പറഞ്ഞതല്ല. ആ ഷാജിക്കാനൊന്ന് വിളിച്ച് അന്വേഷിച്ചു നോക്കൂ. ഞാൻ വിളിച്ചോളാം. നീ ഇനി സ്റ്റുഡിയോയിലേക്ക് വർക്കിന് വരണ്ട. സ്റ്റുഡിയോന്റെ പേരുകളെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഏതെങ്കിലും പെണ്ണുങ്ങൾ പറയുന്ന കേട്ടിട്ട് മാഷ അതിന് സുമ അങ്ങനെ നോണ പറയുന്ന ആളല്ല. എനിക്ക് സുമയെ ഒരുപാട് വർഷമായിട്ട് അറിയുന്നതാണ്. നീ എന്താടാ വിചാരിച്ചത് എനിക്ക് മാഷിനെ അറിയില്ല? പകലൊക്കെ വളരെ മാന്യ മുഖം മൂടി, രാത്രി വേറെ മുഖം. അപ്പൊ നിങ്ങളിപ്പോ ഒന്നായി, ഞാൻ പുറത്ത്. പുറത്ത് തന്നെയാണ്. ഇവനുണ്ടല്ലോ, ഇവന്റെ ഭാര്യയും കണക്കാ. രണ്ടുപേരും കൂടി കാശിന് വേണ്ടി വിളിക്കുക. രാത്രി ആകുമ്പോ കൊള്ളം കുടിച്ചിട്ട് കണ്ണി കണ്ട പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇനി നീ എന്റെ ഫോണിലോട്ട് മെസ്സേജ് അയച്ചാ ഞാൻ നിന്നോട് ഇന്നലെ നല്ല മര്യാദക്ക് പറഞ്ഞതാ. പിന്നെ നീ ഇന്ന് രാവിലെ ഒന്നും എന്നെ ചൊറിയാൻ വരേണ്ട ആവശ്യമില്ല. എല്ലാ പെണ്ണുങ്ങളെയും ഒരേ തോളെങ്ങാനും ഈ കരുതിയിട്ടുണ്ടെങ്കിലോ അവിടെ ഇവിടെയും ചിലപ്പോ വേറെ വല്ല പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ എല്ലാ പെണ്ണുങ്ങളെയും ആ കാലത്ത് വിടണ്ട. നമുക്ക് സംസാരിക്കാം പിന്നീട്. അപ്പൊ എന്റെ വർക്ക് പറഞ്ഞില്ലേ വേറെ ഏതെങ്കിലും സ്റ്റുഡിയോ പോയി കേട്ടോ. സോറി മാഷേ, എനിക്ക് കൺട്രോള് പോയതാ.